ഹലോ എവറി വൺ, വെൽക്കം ടു ജമ്മു മലയാളി. ജർമ്മനി എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരും പറയുന്ന മെയിൻ കാര്യമാണ് ഫ്രീ എഡ്യൂക്കേഷൻ, സ്റ്റൈഫൻഡോട് കൂടിയുള്ള എഡ്യൂക്കേഷൻ എന്നൊക്കെ. പക്ഷെ എങ്ങനെ ജർമ്മനിയിലേക്ക് ഒരു സ്റ്റുഡൻറ് വിസയിൽ വരാം, അല്ലെങ്കിൽ എങ്ങനെ ജർമ്മനിയിലേക്ക് പഠിക്കാൻ വരാമെന്ന് ഇപ്പോഴും കുറേ പേർക്ക് ക്ലാരിറ്റി ഇല്ല. അതിന് വേണ്ട റിക്വയർമെൻറ്റ്സ്, അതിന് ചെയ്യേണ്ട സ്റ്റെപ്സ്, അതിനെ പറ്റിയൊക്കെ ഇപ്പോഴും അറിയാത്ത കുറച്ച് ആൾക്കാർ നമ്മുടെ ഇടയിൽ ഉണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ. സോ എല്ലാവർക്കും ജമ്മു മലയാളിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ നാട്ടിൽ നിന്ന് നമുക്ക് ജർമ്മനിക്ക് വരാനായിട്ട് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഓപ്ഷൻസ് ഉണ്ട്. ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം വിസാസ് ഉണ്ട്. നമ്മൾ പഠിക്കുന്ന സ്റ്റുഡൻറ് വിസ എന്ന് പറയുന്നത് ഒരു ലോങ് ടേം വിസയാണ്. ഇപ്പോൾ നമുക്കത് 1 ഇയർ വിസ ആയിട്ടാണ് കേട്ടോ നമുക്ക് നാട്ടിൽ കിട്ടുന്നത്. സോ നമുക്ക് ഇവിടെ വരാനായിട്ട് 3 കൈൻഡ് ഓഫ് കോഴ്സസ് ആണ്, ഐ മീൻ പ്രോഗ്രാംസ് ആണ് സെലക്ട് ചെയ്യാൻ പറ്റുക. ഒന്ന് ബാച്ചിലർ പ്രോഗ്രാം, മാസ്റ്റർ പ്രോഗ്രാം, അതോ അല്ലെങ്കിൽ ഹൗസ് ബിൽഡിംഗ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ബാച്ചിലേഴ്സ് ആൻഡ് ഹൗസ് ബിൽഡിങ്ങിനെ പറ്റി സംസാരിക്കാം. എനിക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഹൗസ് ബിൽഡിംഗ് ചെയ്യുന്നതാണോ അതോ ബാച്ചിലേഴ്സ് ചെയ്യുന്നതാണോ നല്ലതെന്നുള്ളത്. ഗൈസ്, ഇറ്റ്സ് ടോട്ടലി ഡിപ്പെൻഡ്സ് അപ്പോൺ യു. നിങ്ങളുടെ ഫ്യൂച്ചർ നിങ്ങൾ ഏത് ടൈപ്പിലാണ് അല്ലെങ്കിൽ എങ്ങനെ വേണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അതിനനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് ഹൗസ് ബിൽഡിംഗ് വേണോ അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് വേണോ എന്ന് ചൂസ് ചെയ്യാൻ പറ്റുക. എനിക്ക് കുറച്ച് ഡിഫറൻസസ് അവർ തമ്മിലുള്ളത് പറഞ്ഞു തരാൻ പറ്റും. ഫസ്റ്റ് ഓഫ് ഓൾ, ഹൗസ് ബിൽഡിംഗ് നിങ്ങൾക്ക് 12th കഴിഞ്ഞിട്ട് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. ആസ് ബാച്ചിലേഴ്സ് നിങ്ങൾക്ക് 13 ഇയേഴ്സ് ഓഫ് കോഴ്സ് വേണം, ഐ മീൻ സ്റ്റഡി വേണം. അപ്പോൾ നിങ്ങൾ +2 വരെ പഠിച്ചതിന് ശേഷം ഒരു ഇയർ നിങ്ങളുടെ അവിടെയുള്ള ഏതെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും കോളേജിൽ, നാട്ടിലെ ഏതെങ്കിലും കോളേജിൽ വെച്ചിട്ട് പഠിച്ചിട്ട് വേണം ഇവിടെ ബാച്ചിലേഴ്സ് ചെയ്യാനായിട്ട് വരാൻ. അല്ലാതെ 12th കഴിഞ്ഞിട്ട് ഡയറക്റ്റ് ആയിട്ട് ഇവിടെ ബാച്ചിലേഴ്സ് ചെയ്യാൻ വരാൻ പറ്റില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറൊരു ഓപ്ഷൻ കൂടി ഉണ്ട്. 12th കഴിഞ്ഞിട്ട് ഇവിടെ സ്റ്റുഡൻറ് കൊളീഗ് എന്ന് പറഞ്ഞിട്ടൊരു കോഴ്സ് ഉണ്ട്. ആ കോഴ്സ് നിങ്ങൾക്ക് വന്ന് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ബാച്ചിലേഴ്സ് പഠിക്കാൻ പോവാം. ഇതാണ് നിങ്ങൾക്കുള്ള ഓപ്ഷൻ. ബട്ട് ആസ് ഹൗസ് ബിൽഡിംഗ് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് 12th കഴിഞ്ഞിട്ട് വരാം. പക്ഷേ ഹൗസ് ബിൽഡിങ്ങിന് നിങ്ങൾക്ക് B2 സർട്ടിഫിക്കറ്റ് വേണ്ടി വരും. ജർമ്മൻ B2 സർട്ടിഫിക്കറ്റ് വരും. ആസ് ഓഫ് നൗ ഇവിടെ ഹൗസ് ബിൽഡിങ്ങുകൾ ഒന്നും തന്നെ ഇംഗ്ലീഷ് ടോട്ടായിട്ടുള്ളതില്ല, എല്ലാം ജർമ്മൻ ടോട്ടാണ്. ആൻഡ് ഹൗസ് ബിൽഡിങ്ങിന് നിങ്ങൾക്ക് ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ് മസ്റ്റാണ്. നെക്സ്റ്റ് ഒരു കാര്യമാണ്, ഹൗസ് ബിൽഡിങ്ങിന് നിങ്ങൾക്ക് ഉറപ്പായും സ്റ്റൈഫൻഡ് ഉണ്ടാവും. നിങ്ങൾ പഠിക്കുന്നത് ഏതൊരു കൈൻഡ് ഓഫ് ഹൗസ് ബിൽഡിംഗ് ആണെങ്കിലും സ്റ്റൈഫൻഡ് ഉണ്ടാവും. ബട്ട് ആ സ്റ്റൈഫൻഡിന്റെ വാല്യൂ, ഐ മീൻ എത്ര സ്റ്റൈഫൻഡ് ഉണ്ടെന്നുള്ളത് ഡിഫറെൻ്റ് ആയിരിക്കും. ഓരോ ഹൗസ് ബിൽഡിങ്ങും ഓരോ സ്ഥലങ്ങളും ഓരോ പഠിക്കുന്ന സ്ഥലങ്ങളും വെച്ചിട്ട് ആ മീൻസ് എത്ര കിട്ടും എന്നുള്ളത് വ്യത്യാസമായിരിക്കും. ബട്ട് ബാച്ചിലേഴ്സിന് നിങ്ങൾക്ക് സ്കോളർഷിപ്പ് കിട്ടാം, അല്ലാതെ സ്റ്റൈഫൻഡ് ആയിട്ട് അവൈലബിൾ അല്ല. ഹൗസ് ബിൽഡിങ്ങിൽ നിങ്ങൾ ഹൗസ് ബിൽഡിംഗ് പഠിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ പാർഷ്യലായിട്ട് വർക്കും ചെയ്യേണ്ടി വരും. ബാച്ചിലേഴ്സ് കംപ്ലീറ്റ്ലി നമ്മുടെ സ്റ്റഡീസ്, നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെ സ്റ്റഡീസ് ആയിരിക്കും. പക്ഷേ നമുക്ക് അതിൻ്റെ ഒപ്പം തന്നെ 20 hours വെച്ച് പെർ വീക്ക് നിങ്ങൾക്ക് പാർട്ട് ടൈം ജോലി ചെയ്യാൻ പറ്റും. ഹൗസ് ബിൽഡിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് ഹൗസ് ബിൽഡിംഗ് ചെയ്യുന്നതിൻ്റെ ഒപ്പം മിനി ജോബാണ് ചെയ്യാൻ പറ്റുക. ഇതൊക്കെയാണ് മെയിൻലി ഹൗസ് ബിൽഡിംഗ് ബാച്ചിലേഴ്സ് തമ്മിലുള്ള വ്യത്യാസം. ആൻഡ് ഇത് പഠിച്ചാൽ നിങ്ങളുടെ ഫ്യൂച്ചറിൽ എന്ത് വ്യത്യാസമാണ് ഉണ്ടാവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹൗസ് ബിൽഡിംഗ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഓഫ് കോഴ്സ് നല്ല രീതിക്കുള്ള ജർമ്മൻ ലാംഗ്വേജ് അറിയായിരിക്കും. കാരണം അവരുടെ ഭാവിയിൽ ഫുൾ അവർ വർക്ക് ചെയ്യുന്നത് EU നാഷൻസിലായിരിക്കും. കാരണം ഈ ഹൗസ് ബിൽഡിംഗ് സർട്ടിഫിക്കറ്റ് EU നാഷൻസിലാണ് വാല്യൂ ഉള്ളത്. ലൈക്ക് നിങ്ങൾക്ക് പുറത്ത് പോയിട്ട് വർക്ക് ചെയ്യാനായിട്ട് ഈ ഹൗസ് ബിൽഡിങ്ങിൻ്റെ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് ഇപ്പോഴത്തെ ഇതിൽ പറ്റില്ല. EUവിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. നമ്മുടെ ബാച്ചിലർ സർട്ടിഫിക്കറ്റ് വേൾഡ് വൈഡ് വാലിഡ് ആയിരിക്കും. നല്ല യൂണിവേഴ്സിറ്റീസിലെ സർട്ടിഫിക്കറ്റ് എന്താണെങ്കിലും വാലിഡ് ആയിരിക്കും. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഇവിടെയും കുറേ ഉഡായ്പ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അപ്പം നിങ്ങൾ ഒരു ഏജൻസി പറയുന്നത് മാത്രം കേട്ട് ചെയ്യാതെ സെൽഫ് സ്റ്റഡി ചെയ്ത് കുറച്ച് റിസർച്ച് ചെയ്തിട്ട് വേണം കേട്ടോ ഇവിടേക്ക് വരാനായി. ബാച്ചിലേഴ്സ് കോഴ്സസ് വൈഡ് റേഞ്ച് ഓഫ് ബാച്ചിലേഴ്സ് കോഴ്സസ് ഉണ്ട്. ആൻഡ് ഈ ബാച്ചിലേഴ്സ് കോഴ്സസ് സെലക്ട് ചെയ്യാനായിട്ടുള്ള മെയിൻ ഘടകം എന്ന് പറയുന്നത് ഒന്ന് IELTS, നിങ്ങൾക്ക് ഇംഗ്ലീഷിലാണ് കോഴ്സ് ചെയ്യേണ്ടതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ജർമ്മൻ ടോട്ട് കോഴ്സസ് ആണ് എടുക്കുന്നുണ്ടെങ്കിൽ. ഇതിനൊക്കെ ഉപരി നിങ്ങളുടെ 1 ഇയർ നിങ്ങൾ നാട്ടിൽ പഠിക്കുന്നു എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ സ്കോർ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് മാസ്റ്റേഴ്സ് കോഴ്സിനെ പറ്റി സംസാരിക്കാം. എനിക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ അറിയുന്നതും കുറച്ചും കൂടി പറയാനുള്ളതും മാസ്റ്റേഴ്സ് കോഴ്സിനെ പറ്റിയിട്ടാണ്. കുറച്ച് നാൾ മുന്നേ ഞാൻ ഒരു ചേച്ചി പറഞ്ഞിട്ട് അറിഞ്ഞായിരുന്നു, പുള്ളിക്കാരി സിവിൽ എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ജർമ്മൻ പഠിക്കുകയാണ്. ബിക്കോസ് ആൾക്ക് ഇവിടെ വന്നിട്ട് ജർമ്മനിയിൽ വന്നിട്ട് ഹൗസ് ബിൽഡിംഗ് ചെയ്യാനാണ് ഇൻട്രസ്റ്റ്. അപ്പോൾ പുള്ളിക്കാരി ഇപ്പോൾ ജർമ്മൻ പഠിച്ചുകൊണ്ടിരിക്കുകയെന്ന് എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ആൾക്ക് നഴ്സിങ്ങിനോടുള്ള ഇൻട്രസ്റ്റ്, കാരണം കുറേ പേർക്ക് നഴ്സിംഗ് ചെയ്യാൻ ഇഷ്ടമാണ്, എഞ്ചിനീയറിംഗ് ഇഷ്ടമല്ല, നഴ്സിംഗ് ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പം അങ്ങനെ വരുന്ന ഒരാളാണെന്ന് വിചാരിച്ചു. ഞാൻ ചോദിച്ചു ഇൻട്രസ്റ്റ് ഫീൽഡ് അതാണോ എന്ന് ചോദിച്ചു. പറഞ്ഞു അല്ല, അതിൽ ജോലി പെട്ടെന്ന് കിട്ടും, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. എനിക്ക് അങ്ങനെ ഒരു തോട്ടുള്ള ആൾക്കാരോട് പറയാനുള്ളത്, യെസ്, നഴ്സിങ്ങിന് നല്ല അടിപൊളിയായിട്ട് ഇവിടെ ജോലി കിട്ടും.
ഇറ്റ്സ് ട്രൂ, 100% ട്രൂ ആണ്. പക്ഷേ നിങ്ങൾ അവിടെ ജർമ്മൻ പഠിക്കാൻ റെഡി ആണെങ്കിൽ, അതായത് നഴ്സിംഗിന് നിങ്ങൾക്ക് എന്തായാലും B2 ലാംഗ്വേജ് വേണ്ടി വരും, അല്ലെങ്കിൽ C1 വരെ പഠിക്കുന്നവരുണ്ട്. അപ്പോൾ നിങ്ങൾ അത്രയും B2 വരെ പഠിക്കാൻ റെഡി ആണെങ്കിൽ പ്ലീസ് 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 ഡു മാസ്റ്റേഴ്സ്. ലൈക്ക് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഫീൽഡാണ്, എഞ്ചിനീയറിംഗ് ഇൻട്രസ്റ്റ് ആണ്, ജോലി കിട്ടും എന്നുള്ള കാരണം കൊണ്ട് മാത്രമാണ് നിങ്ങൾ നഴ്സിംഗിന് പോകുന്നത് എന്നുണ്ടെങ്കിലത്തുള്ള കേസാണ് കേട്ടോ ഞാൻ പറയുന്നത്. അങ്ങനെ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ഇഷ്ടമാണെങ്കിൽ ഉറപ്പായും നിങ്ങൾക്ക് ജർമ്മൻ ടോട്ടായിട്ടുള്ള മാസ്റ്റേഴ്സ് പ്രോഗ്രാം എന്തായാലും കിട്ടും. ഒരു 50 above മാർക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണെങ്കിലും ജർമ്മൻ ടോട്ട് കോഴ്സസിന് കിട്ടും. അങ്ങനെ ജർമ്മൻ ടോട്ട് കോഴ്സസ് പഠിച്ച് ജർമ്മൻ നന്നായി പഠിച്ചു കഴിഞ്ഞാൽ ഒരു 80% ഐ എം ഷുവർ ദാറ്റ് നിങ്ങൾക്ക് ജോലി കിട്ടും. ഉറപ്പായും ജർമ്മൻ അറിയുന്ന ഒരാൾക്ക്, എഞ്ചിനീയറിംഗ് ഫീൽഡിലുള്ള ഒരാൾക്ക് എന്താണെങ്കിലും ജർമ്മനിയിൽ ജോലിയുണ്ട്. അത് 100% ഷുവറാണ്. ബട്ട് നിങ്ങളിപ്പോൾ ഒരു 80% വിചാരിച്ചാൽ മതി. കാരണം ഞാൻ ഓവർ കോൺഫിഡൻറ്റ് ആക്കുന്നില്ല നിങ്ങളെ. അപ്പോൾ ഞാൻ ആ പുള്ളിക്കാരോട് ഞാൻ ആ കാര്യം പറഞ്ഞു. സോ അതാണ് എനിക്കും പറയാനുള്ളത്. ഈ നഴ്സിംഗ് പഠിച്ചാൽ മാത്രം ജോലി കിട്ടും എന്നുള്ളത് ഒരു തെറ്റിദ്ധാരണയാണ്. എഞ്ചിനീയേഴ്സിനും ഇവിടെ ജോലി കിട്ടുന്നുണ്ട്, ജോലി കിട്ടാത്തവരുമുണ്ട്. ഇറ്റ്സ് ടോട്ടലി ഡിപ്പെൻഡ് നിങ്ങളുടെ സ്കില്ലും നിങ്ങളുടെ ലാംഗ്വേജിനും വെച്ചിരിക്കും. ആൻഡ് മാസ്റ്റേഴ്സിന് ഇവിടെ പബ്ലിക് യൂണിവേഴ്സിറ്റി ആൻഡ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ട്. ഇത് ബാച്ചിലേഴ്സിനുണ്ട് കേട്ടോ. ഇവിടെ ഇപ്പോൾ കാണുന്നൊരു ട്രെൻഡാണ്. ഒരുപാട് പേര് ഇപ്പോൾ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിൽ പോകുന്നുണ്ട്. യെസ്, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിൽ കുറേ നല്ല യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. പക്ഷേ അതുപോലെ തന്നെ കുറേ ഒരു വാലിഡിറ്റി ഇല്ലാത്ത, ഒരു സ്റ്റാൻഡേർഡ് ഇല്ലാത്ത യൂണിവേഴ്സിറ്റീസും ഉണ്ട്. അപ്പോൾ നിങ്ങൾ അതൊന്ന് നല്ലപോലെ അറിഞ്ഞിട്ട് വേണം, നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കാൻ പോകുന്നത് അറിഞ്ഞിട്ട് വേണം നിങ്ങൾ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യാനായിട്ട്. ആൻഡ് അതുപോലെ തന്നെ ഈ പബ്ലിക് യൂണിവേഴ്സിറ്റീസിൽ പണ്ടത്തെ അത്ര എളുപ്പമല്ല ഇപ്പോൾ കിട്ടാനായിട്ട്. കാരണം ഇപ്പോൾ ജർമ്മനീനെ പറ്റിയിട്ടും ഇവിടുത്തെ ഫ്രീ എഡ്യൂക്കേഷനെ പറ്റിയിട്ടും ഒരുവിധം നല്ലപോലെ അറിയാം, എല്ലാവർക്കും നല്ലപോലെ അറിയാം. സോ അതിനനുസരിച്ചിട്ട് ആപ്ലിക്കേഷൻസിൻ്റെ വരവ് വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ കട്ട് ഓഫ് വരുന്നത്, ഇപ്പോൾ നിങ്ങൾക്ക് 84% ഉണ്ടാവാം മാർക്ക്, ബട്ട് നിങ്ങൾ അപ്ലൈ ചെയ്ത കോഴ്സസിന് വരുന്ന കട്ട് ഓഫ് വന്നിട്ട് 85 ആയിരിക്കും. സോ ഷുവറായിട്ടും നിങ്ങൾക്ക് അവിടെ അപ്രൂവൽ അല്ല, റിജക്ഷൻ ആയിരിക്കും കിട്ടുക. അപ്പോൾ ഞാൻ പറയുമ്പോൾ എപ്പോഴും അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ കുറച്ചധികം യൂണിവേഴ്സിറ്റീസിലേക്ക് അപ്ലൈ ചെയ്യുന്നതാണ് എപ്പോഴും സേഫർ സൈഡ്. ആൻഡ് എല്ലാവരും ഹൈ ലെവൽ യൂണിവേഴ്സിറ്റീസിലേക്ക് മാത്രം അപ്ലൈ ചെയ്തിട്ടിരിക്കാതെ കുറച്ച് ആവറേജ് യൂണിവേഴ്സിറ്റീസിലേക്കും അപ്ലൈ ചെയ്യുക. ഇവിടുത്തെ പബ്ലിക് യൂണിവേഴ്സിറ്റീസ് എല്ലാം തന്നെ ഒരുവിധം സ്റ്റാൻഡേർഡുള്ള യൂണിവേഴ്സിറ്റീസാണ്. അപ്പോൾ അതിലിങ്ങനെ വലിപ്പച്ചെറുപ്പം അങ്ങനെയൊന്നും ഇപ്പം എനിക്ക് തോന്നുന്നില്ല, മുന്നേ ഉണ്ടായിട്ടുണ്ടാവാം. ഇപ്പോൾ ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചതുകൊണ്ട് നിങ്ങൾക്ക് എന്തായാലും ജോലി കിട്ടുമെന്നോ, അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചതുകൊണ്ട് നിങ്ങൾക്ക് എന്തായാലും ജോലി കിട്ടില്ല എന്നോ ഒരു ഇതില്ല ഇവിടെ. എന്താണെങ്കിലും നിങ്ങൾക്ക് സ്കില്ലുണ്ടെങ്കിലും നിങ്ങൾക്ക് ലാംഗ്വേജ് ഒക്കെ നന്നായി ഉണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങൾക്ക് ജോലി കിട്ടും. പിന്നെ ട്യൂഷൻ ഫീസ് ഇല്ല എന്നാണ് പബ്ലിക് യൂണിവേഴ്സിറ്റി പറയുന്നത്. അവിടെ ഫീസ് ഇല്ല എന്നല്ല അർത്ഥം. ഉറപ്പായും അവിടെ ഒരു ചെറിയ കോൺട്രിബ്യൂഷൻ നിങ്ങൾ കൊടുക്കേണ്ടതായിട്ടുണ്ടാവും. അതായത് നിങ്ങൾക്ക് അവിടുത്തെ സെമസ്റ്റർ ഫീ എന്ന് പറയുന്ന ഒരു ഫീ ഉണ്ടാവും. ട്യൂഷൻ ഫീ ഉണ്ടാവില്ല. ട്യൂഷൻ ഫീ ആണ് നമ്മൾ പഠിച്ചിരുന്നപ്പോഴും ഇപ്പോഴും വലിയ എമൗണ്ട് ആയിട്ട് ഇപ്പോൾ UK യിലും ഓസ്ട്രേലിയയിലും ഒക്കെ മേടിക്കുന്ന ആ വലിയ എമൗണ്ട് എന്ന് പറയുന്നത് ട്യൂഷൻ ഫീസാണ്. ആ ഫീസ് ഇവിടെ ഇല്ല. പക്ഷേ ഇവിടെ ഒരു സെമസ്റ്റർ ഫീസ് ഉണ്ട്. എനിക്ക് വരുന്ന ട്യൂഷൻ ഫീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊരു 6500 രൂപയാണ്. പക്ഷേ എൻ്റെ ഫ്രണ്ട് പഠിക്കുന്ന സ്ഥലത്ത് അവൾക്ക് വരുന്ന ട്യൂഷൻ ഫീസ് എന്ന് പറയുന്നത് ഏകദേശം 35,000 രൂപയാണ്. അത് ഡിപ്പെൻഡ്സ് ഓൺ ദി യൂണിവേഴ്സിറ്റി, അത് മാറിയിരിക്കും. അത് യൂണിവേഴ്സിറ്റിയുടെ വലിപ്പച്ചെറുപ്പം വെച്ചൊന്നല്ല, ആ യൂണിവേഴ്സിറ്റിയുടെ കുറച്ച് ക്രൈറ്റീരിയാസ് വെച്ചിട്ടാണ് അവർ സെമസ്റ്റർ ഫീസ് തീരുമാനിക്കുന്നത്. അപ്പോൾ അതുണ്ടാവും. ആൻഡ് നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഇവിടെയും ക്ലാസ്സസിന് എക്സാം ഉണ്ടാവും. ഞാൻ ഇവിടെ വന്നപ്പോൾ ഞാൻ വിചാരിച്ച അസൈൻമെൻറ്റ്സ് എഴുതി കൊടുത്താൽ മതിയാവുമായിരിക്കും. ചിലപ്പോൾ ചില യൂണിവേഴ്സിറ്റിയിൽ 1-2 കോഴ്സസിന് 1-2 സബ്ജക്ട്സിന് അസൈൻമെൻറ്റ്സ് എഴുതി കൊടുത്താൽ മതിയാവുമായിരിക്കും. പക്ഷേ ഓൾമോസ്റ്റ് എല്ലാ യൂണിവേഴ്സിറ്റിയിലും എനിക്കറിയുന്നിടത്തോളം നമ്മുടെ നാട്ടിലെ പോലെ തന്നെ എഴുതി പറഞ്ഞും പ്രസൻറ്റേഷൻ ചെയ്തും വേണം നമുക്ക് കോഴ്സസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഒരാളും UK യിലെ കഥ കേട്ടിട്ടോ അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലെ കഥ കേട്ടിട്ടോ ചുമ്മാ നമ്മൾ അസൈൻമെൻറ്റ്സ് എഴുതി വെച്ചാൽ പാസ്സാവും എന്ന് വിചാരിച്ചിട്ട് ജർമ്മനിലേക്ക് വരരുത്, പഠിക്കണം. പക്ഷേ ഇവിടുത്തെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിൽ കുറേ എണ്ണത്തിൽ അസൈൻമെൻറ്റ്സ് എഴുതി വെച്ചാൽ മതി എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ അവിടെ ഫീസ് ഉണ്ടാവും. അതാണ് ഒരു വ്യത്യാസമുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു കാര്യമായിരിക്കും സെമസ്റ്റർ എക്സ്റ്റെൻഡിങ്. ഇവിടെ നിങ്ങൾക്ക് ജർമ്മനിയിൽ സെമസ്റ്റർ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾക്ക് ബാച്ചിലേഴ്സിനായാലും അതുപോലെ തന്നെ മാസ്റ്റേഴ്സിനായാലും സെമസ്റ്റർ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾ 3 സെമസ്റ്ററിൻ്റെ കോഴ്സിന് വന്നാലും നിങ്ങൾക്കത് 5 സെമസ്റ്ററായിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ 4 സെമസ്റ്ററിൻ്റെ കോഴ്സിന് വന്നാൽ ചിലപ്പോൾ നിങ്ങൾക്ക് 6 സെമസ്റ്ററായിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അത് നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയും
കോഴ്സും അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. അതുകൊണ്ട് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല നിങ്ങളിപ്പോൾ വരുന്ന കോഴ്സിന് എത്ര എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമെന്ന്. ആൻഡ് സ്റ്റേ ബാക്കിനെ പറ്റി പറയുകയാണെങ്കിൽ മാസ്റ്റർ സ്റ്റുഡൻസിന് സ്റ്റേ ബാക്ക് ഉണ്ട്. 1.5 years ആണ് നിങ്ങളുടെ കോഴ്സ് കഴിഞ്ഞാലുള്ള നിങ്ങളുടെ സ്റ്റേ ബാക്ക്. അതിനുള്ളിൽ നിങ്ങളൊരു വർക്ക് കണ്ടുപിടിച്ച് നിങ്ങൾക്ക് വർക്ക് വിസയിലേക്ക് മാറാവുന്നതാണ്. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്താണ് ബാച്ചിലേഴ്സ്, എന്താണ് മാസ്റ്റേഴ്സ്, എന്താണ് ഹൗസ് ബിൽഡിംഗ് എന്നൊക്കെ. ഇനി ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഇതിനെ പറ്റിയിട്ട് നമുക്ക് സംസാരിക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ബാച്ചിലേഴ്സിനും മാസ്റ്റേഴ്സിനും നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഒന്നെങ്കിൽ യൂണിവേഴ്സിറ്റിയിലേക്ക് അപ്ലൈ ചെയ്യാം, ഇല്ലെങ്കിൽ യൂണി അസിസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു പോർട്ടലുണ്ട്. ആ പോർട്ടൽ ത്രൂ നിങ്ങൾക്ക് ഓരോ യൂണിവേഴ്സിറ്റിയിലേക്കും അപ്ലൈ ചെയ്യാം. ആൻഡ് ചില യൂണിവേഴ്സിറ്റീസിലേക്ക് യൂണി അസിസ്റ്റിലും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റിയിലും ഡിഫറെൻ്റ് ആയിട്ട്, അതായത് അറ്റ് എ ടൈം നിങ്ങൾ 2 സ്ഥലത്തും അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. ഹൗസ് ബിൽഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഏത് ഹോസ്പിറ്റൽ, നിങ്ങൾ നഴ്സിങ്ങിൻ്റെ കാര്യമാണെങ്കിൽ ഏത് ഹോസ്പിറ്റലിലാണോ ചെയ്യാൻ താല്പര്യപ്പെടുന്നത് ആ ഹോസ്പിറ്റലിൻ്റെ വെബ്സൈറ്റ് എടുത്തിട്ട് അവിടെ കോഴ്സസിനെ പറ്റിയിട്ടും ഹൗസ് ബിൽഡിങ്ങിനെ പറ്റിയും സംസാരിക്കാം. ആൻഡ് എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളൊരു കാര്യം, ഹൗസ് ബിൽഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നഴ്സിംഗ് മാത്രമല്ല, ഡിഫറെൻറ്റ് കോഴ്സസ് ഉണ്ട്. ലൈക്ക് ഫിസിയോതെറാപ്പി ഉണ്ട്, IT ഫീൽഡിൽ ഹൗസ് ബിൽഡിംഗ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ IT ഫീൽഡിലാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു മെക്കാനിക്കൽ ഫീൽഡിലാണ്, അല്ലെങ്കിൽ ഓട്ടോമോട്ടീവ് ഫീൽഡിലാണ്, അപ്പോൾ നിങ്ങൾ അവരുടെ റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനീസിൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഹൗസ് ബിൽഡിങ്ങിനെ പറ്റി ചെക്ക് ചെയ്ത് എന്നിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യണം. ആൻഡ് ഓൾസോ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു ആപ്ലിക്കേഷൻ ഫീസ് പലയിടത്തും ഉണ്ടാവും. അത് നിങ്ങൾ യൂറോയിൽ കൺവേർട്ട് ചെയ്തിട്ട് വേണം അയക്കാനായിട്ട്. ആൻഡ് ഈ ആപ്ലിക്കേഷൻ സെവറൽ ടൈംസിൽ മാത്രമാണ് ഉണ്ടാവുക. അപ്പോൾ ആപ്ലിക്കേഷൻ സ്റ്റാർട്ടിംഗ് ഡേറ്റും ആപ്ലിക്കേഷൻ എൻഡിങ് ഡേറ്റും ഉണ്ടാവും. അതിൻ്റെ ഇടയിൽ വേണം കറക്റ്റായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട്. സോ അപ്പോൾ ഇതൊക്കെയാണ് ഹൗസ് ബിൽഡിങ്ങിനെയും ബാച്ചിലേഴ്സിനെയും മാസ്റ്റേഴ്സിനെയും പറ്റി എനിക്കൊരു വൈഡ് റേഞ്ചിൽ പറയാൻ പറ്റും. കാരണം ഇത് ഓരോ ടോപ്പിക്കായിട്ട് എടുത്ത് സംസാരിച്ചാലും ഒരുപാട് സംസാരിക്കാനുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഉറപ്പായും കമൻറ്റ് ചെയ്യൂ. അപ്പം ഞാൻ അതിനെപ്പറ്റി ഡീറ്റെയിൽ, നിങ്ങൾക്ക് ഏതിനെ പറ്റി എന്താണ് നിങ്ങളുടെ ഡൗട്ട് എന്ന് കമൻറ്റ് ചെയ്താൽ എന്താണെങ്കിലും ഞാൻ അതിനെ പറ്റിയിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ ഐ ഹോപ്പ് ദിസ് വീഡിയോ ഹെൽപ്പ് സം പീപ്പിൾ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.